ആ വലിയ പണ്ഡിതനെ, കാലത്തിൻ്റെ കർമ്മസാക്ഷിയെ, ആ ദീനീ സേവകനെ ഇതിനെല്ലാം പ്രാപ്തരാക്കിയതാരാണ്? നമുക്കവിടെ 3 ഉത്തരങ്ങൾ കാണാൻ കഴിയും. ഒന്ന് ഖുതുബുൽ ആലം CM വലിയുല്ലാഹിയാണ്. മറ്റൊന്ന് മഹാനവർകളെ കൂടി ഊതിക്കാച്ചി പൊന്നാക്കിയ വടകര മുഹമ്മദ് ഹാജി മഹാനവർകളാണ്. ഒരു യുഗത്തിന് മുഴുവനും വിജ്ഞാനത്തിൻ്റെ വെളിച്ചം നൽകി സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു കനിഞ്ഞേകിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു അസ്റാറഹും ഈ വലിയ മഹത്തുക്കളാണ്. ആ വലിയ മഹാപണ്ഡിതന്മാരുടെ ആത്മീയ വ്യക്തിത്വങ്ങളുടെ പുണ്യ തേജസ്വികളുടെ മക്കളാണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തല ആ വാനത്തു മുട്ടുകയാണ്. അഭിമാനം കൊണ്ട് നമ്മൾ ഉൾപ്പൊളകമണിയുകയാണ്. ആ മഹത്തുക്കൾക്കൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ചു ചേരാൻ കൂടി അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. രാഷ്ട്രീയത്തെ ദീനുമായി കൂട്ടിക്കെട്ടരുത്. താജുൽ ഉലമ ഉറക്കെ പ്രഖ്യാപിച്ചു. ദീൻ ഒരിക്കലും രാഷ്ട്രീയത്തിന് മുമ്പിൽ ചൂളിപ്പോകരുത്. ആ മഹാനുഭാവൻ ഗർജിച്ചു. ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും വലൗ വഹദി, ഒറ്റയ്ക്ക് അഹ്ലുസുന്നത്തിന് വേണ്ടി ഞാൻ പടപൊരുതും എന്ന് ആ മഹാൻ മുന്നിലിരുന്നു കൊണ്ട് പ്രഖ്യാപിച്ചു. വാന അവ്വലുൽ മുഅ്മിനീൻ, അത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രതിജ്ഞയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആവർത്തിച്ച പ്രതിജ്ഞയാണ്. മറ്റാരുമില്ലെങ്കിൽ ഒന്നാമനായി ഞാനുണ്ടാകും എന്ന തിരിച്ചറിവ്. അൽഹംദുലില്ലാഹ്, താജുൽ ഉലമ അന്ന് മുഴക്കിയ ആ വലിയ പ്രഖ്യാപനങ്ങളുടെ സൗന്ദര്യം നമ്മുടെ സമൂഹം ഇന്ന് തിരിച്ചറിയുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം ഇന്ന് തെരുവിൽ നാം ഉച്ചഭാഷിണിയിൽ കൂടി വിളിച്ചു പറഞ്ഞ് ക്ലാസ് എടുക്കേണ്ട കാര്യം ഇല്ല. ഓരോ സായന്തനങ്ങളിലും മാധ്യമപ്രവർത്തകർ പലരോടും ചോദ്യം ചെയ്യുന്നുണ്ട്, അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഉത്തരവാദപ്പെട്ടവർ ഉത്തരത്തിനു പരുങ്ങുന്ന കാഴ്ചകൾ സമൂഹം ശ്രദ്ധിക്കുന്നുണ്ട്. മതനേതൃത്വം പലപ്പോഴും നാണക്കേടിൻ്റെ പര്യായങ്ങളായി മാറുന്ന ദുരനുഭവങ്ങൾ സമൂഹത്തിൽ നമുക്ക് കാണാനുണ്ട്. 8 നിലയിൽ പൊട്ടിത്തകർന്ന ബിദ്അത്തുകാരുടെ പരാജയം നമ്മുടെ സമൂഹം വിലയിരുത്തുന്നുണ്ട്. ആ ബിദ്അത്തുകാരോടൊപ്പം അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിനും അവരുടെ വിഷയങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനും അറിഞ്ഞോ അറിയാതെയോ മെനക്കെട്ടുപോയ പല ആളുകളും ഇന്ന് അവരുടെ വഴി തെറ്റിപ്പോയതായി തിരിച്ചറിയുന്നുണ്ട്. CM വലിയുല്ലാഹിയെപ്പോലെ ഒരു ചാലക ശക്തി അവർക്ക് മുന്നിലില്ലാത്തതുകൊണ്ട്, താജുൽ ഉലമയെപ്പോലെ ഒരു ധൈര്യശാലി അവർക്ക് നേതൃത്വം നൽകാനില്ലാത്തതുകൊണ്ട്, SSFകാർക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് പ്രഖ്യാപിച്ച വടകര മുഹമ്മദ് ഹാജി തങ്ങളെപ്പോലുള്ള ഒരധ്യാത്മിക പ്രസ്ഥാനം അവർക്ക് ഉത്തേജനം നൽകാനില്ലാത്തതുകൊണ്ട് അവരിപ്പോഴും തളപ്പറ്റ് കിടക്കുകയാണ്. കുലയ്ക്കടുക്കെത്തുമ്പോഴേക്ക് താഴെ വീഴുകയാണ്. ചുണ്ടിനും കപ്പിനുമിടയിൽ സ്വപ്നങ്ങളെല്ലാം പാഴായിപ്പോവുകയാണ്. അത്തരമൊരവസ്ഥ നമുക്ക് പലപ്പോഴും കാണാനുണ്ടെങ്കിൽ, ഇരുട്ടത്തും വെയിലത്തും മഞ്ഞത്തും തണുപ്പത്തും കാന്തപുരം ഉസ്താദിൻ്റെ കാഴ്ചപ്പാടുകൾ, ചുവടുവെപ്പുകൾ, പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റങ്ങൾ, ഈ മഹാപ്രസ്ഥാനം കഴിഞ്ഞ 50 ആണ്ടുകാലമായി തുടർന്നു വന്ന വിപ്ലവത്തിൻ്റെ ഇതിഹാസങ്ങൾ, അതെല്ലാം അതാതുകാലത്തെ ശരികളായിരുന്നുവെന്ന് സമൂഹം തിരിച്ചറിയുമ്പോൾ ഉസ്താദ് അവർകളുടെ കരങ്ങൾക്ക് ശക്തി പകരാനും ആ സ്വരം ഇടറിക്കൂടാ എന്നുറക്കെ പ്രഖ്യാപിക്കാനും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിശ്വാസി മനസ്സുകൾ കുതൂഹലം കൂട്ടുമ്പോൾ നമുക്കിനിയും ഉറക്കെ പറയാൻ കഴിയും, അഹ്ലുസുന്നത്തിൻ്റേതാണ് അടുത്ത നൂറ്റാണ്ടും. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഖബറിൽ നമുക്ക് സുന്ദരമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി ഇനിയും ഈ പ്രവർത്തനങ്ങൾ തുടരണം, മുന്നേറണം. നമ്മൾ കൈയാളിയതിനേക്കാൾ മനോഹരമായി ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സന്തതികൾ ഏറ്റെടുക്കുന്നത് നമുക്ക് കണ്ട്, അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ കുളിരണിയണം, നമ്മുടെ മനസ്സുകളിൽ കുളിർമ പകരണം. അതിനെല്ലാം വേണ്ടി മർക്കസിൻ്റെ വൈജ്ഞാനിക മുന്നേറ്റത്തിന്
നമ്മൾ ഇനിയും കരുത്തു പകരുകയാണ്. ഓരോരോ സമ്മേളനങ്ങളിൽ, എല്ലാ മജ്‌ലിസുകളിലും, മർക്കസിൻ്റെ ഓരോരോ സംരംഭങ്ങളിൽ, 200 ക്യാമ്പസുകളിലെ എന്തൊക്കെ വിശേഷങ്ങൾ അതാത് സമയത്ത് നമ്മൾ അറിയുന്നുവോ അതെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അനേകായിരം ദീനീ പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് മർക്കസിൻ്റെ ഭാവി ശോഭനമാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആ സന്തോഷം സ്വർഗത്തോളം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്.